മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സഭയിൽ നടത്തിയിട്ടുള്ള ഡിബേറ്റ് ഉണ്ട്. അതിൻ്റെ അവസാനത്തിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുള്ള കൺക്ലൂഷനുണ്ട്, എങ്ങനെയാണ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തൊരു പ്രത്യേകിച്ചൊരു നിലപാട് ആ മന്ത്രിസഭയിൽ അംഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മുന്നണി യു ഡി എഫ് ചേരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതില്ല അതിനെക്കുറിച്ച്. ഞാൻ പറയണത് എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അഭിപ്രായവും ഞാനിനി പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ടതായിട്ടില്ല. വളരെ കൃത്യമായിട്ട്, കാരണം പത്രക്കാർ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഷാർപ്പായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അതിന് ധനകാര്യമന്ത്രി, പഴയ ധനകാര്യമന്ത്രി ചോദിക്കുകയുണ്ടായി. കൃത്യമായിട്ട് അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് വിശേഷിച്ച് എന്തെങ്കിലും ഒന്നും പറയാനില്ല. പിന്നെ യു ഡി എഫുമായി ചോദിച്ചത്, യു ഡി എഫിനകത്ത് ഞങ്ങളോട് ചോദിച്ചില്ല എന്നോ ഞങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള പരാതി യു ഡി എഫിൽ ആർക്കും ഒരു ഘടകകക്ഷിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ക്യാബിനറ്റിനകത്തും ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളും ഇരിക്കുന്നുണ്ട്. ആ ഘടകകക്ഷികൾക്കിടയിൽ ഈ നിലപാട് പറയുന്ന സമയത്തോ ആരെങ്കിലും ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല എന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന്, കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല. രണ്ട് കക്ഷികൾ യു ഡി എഫിലെ രണ്ട് കക്ഷികൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഇതിനിടയിൽ തന്നെ പരസ്യമായിട്ട് അനുകൂലിക്കുകയും ചെയ്തു. ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. ലീഗ് മുന്നണിയുടെ നിലപാടിൻ്റെ കൂടെയാണ്, അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗിനായിട്ട് വേറെ നിലപാടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ മുന്നണിയുടെ അകത്തേ വരികയുള്ളൂ. പുറത്തു പറയാനുള്ളത് ലീഗ് പറഞ്ഞു കഴിഞ്ഞു. അത് മന്ത്രിസഭയിൽ വന്ന മുഖ്യമന്ത്രിയുടെ കമന്റിനപ്പുറത്തേക്ക് ഒരഭിപ്രായം ഇപ്പം ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷേ ഇതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വി എം സുധീരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇതിനെതിരെ രംഗത്ത് വന്നു. ഒപ്പം തന്നെ പല മതമേലധ്യക്ഷന്മാർ രംഗത്ത് വരുന്നു. ഒരു അവ്യക്തത കുറവ് എവിടേക്കോ നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ആ അവ്യക്തതകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പരിഹരിച്ചോളൂ. അതിനകത്തൊരു യാതൊരു ബേജാറുമില്ല. കേരളത്തിലെ മദ്യനയത്തെക്കുറിച്ച് ഈ ഒരു മാസത്തിനിടക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെയുള്ള വേവലാതി ഞങ്ങൾക്ക് വളരെ സന്തോഷിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടക്ക് മദ്യം ഒഴുക്കിയിട്ട് ചരിത്രത്തിലില്ലാത്ത മദ്യത്തിൻ്റെ കടലുണ്ടാക്കിയത് 10 വർഷത്തിനിടയിലാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത ആശങ്കകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിൽ വലിയ സന്തോഷം നമുക്കുണ്ട്. കാരണം കേരളം മദ്യത്തിൽ നിന്ന് പതുക്കെ ആളുകളെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. അതിൽ നിലപാടിൽ വ്യത്യാസമൊന്നുമില്ല. 20 ബാറുണ്ടായിരുന്നിടത്ത് 2000 ബാറ് കൊണ്ടുവന്നിട്ടല്ല അതിനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാലക്രമേണ മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെടുത്ത ഒരു സ്റ്റെപ്പിൽ ആ സ്റ്റെപ്പിനെ അങ്ങോട്ടങ്ങ് പിടിച്ചിട്ട് ഗവൺമെൻറ്റിനെ അതിൻ്റെ പേരിൽ വട്ടം കറക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് സഭയിൽ തന്നിട്ടുണ്ട്. അത് ഡാറ്റ വൈസ് ആയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. അല്ല, അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പരാതി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ അതിനകത്തുള്ള ഒരു കമൻറ്റും നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പം കിട്ടുമെന്ന് വെറുതെ പ്രതീക്ഷിക്കേണ്ട. അതിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്ത് ഒരു കമൻറ്റും